ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവാണ്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ വണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബെൻഡെക്സ് പിടിക്കാണ്ട് പോകുന്ന പോലൊരു കംപ്ലയിൻറ്റ് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. ബെൻഡെക്സിൻ്റെ ഭാഗം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൻഡെക്സ് വർക്കിംഗ് നോക്കിയായിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് അഴിച്ചപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കണ്ടതുകൊണ്ട് നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം കൂടി അഴിച്ചിട്ടുണ്ട് കേട്ടോ. ബെൽറ്റ് ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റി പോകണമായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ട് പിന്നീട് അഴിക്കാമെന്നൊക്കെ ഉണ്ടാകും. ലേബർ കാര്യങ്ങളൊക്കെ വീണ്ടും പോകുന്നുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണുണ്ടോ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം. ഇപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാം. ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ബാൻഡോൻ്റെയാണ്. എന്നാൽ ജെനുവിൻ പാർട്സ് അല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് ഈ പീസിലായിട്ട് വേരിയേറ്റർ ബോഡിയുടെ ഈ വന്ന പ്ലേറ്റിൻ്റെ ആ കറക്റ്റായ ജോയിൻറ്റിൽ വന്ന പീസിലായിട്ട് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അത് ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. ക്ലച്ചിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഈ ബെൻഡെക്സിൻ്റെ പ്രോബ്ലം കണ്ടതുകൊണ്ട് നമ്മളൊന്ന് അഴിച്ചു എന്നുള്ളൂ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ബെൽറ്റിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് അഴിച്ചു നോക്കിയത് അതിന് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിലവിൽ ബെൽറ്റ് മാറ്റി കയറ്റിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ എയർ ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ നോക്കിയായിരുന്നു, അഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ എയർ പൈപ്പ് പൊട്ടി കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കും. സെൽഫിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ് അതിൻ്റെ കാരണം കേട്ടോ. കാരണം 2023 മോഡലാണ് ബാറ്ററി ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ട് തന്നെ വളരെ കുറവാണ് നമുക്ക് കേട്ടോ. വോൾട്ട് കറക്റ്റ് കിട്ടുന്നില്ല. തന്നെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക. ബാറ്ററി മാറ്റി വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റ് അയക്കാൻ തന്നെയാണ് നമുക്കത് ബാറ്ററി സെൽഫിൻ്റെ കേസ് റെഡി ആവും. ഇതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് സെൽ ഡാമേജ് ആയിട്ട് കാണാം. സെൽ ബാഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ബാറ്ററിയാണ് എൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസ് റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ബ്രേക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അതും പ്രകാരം നമ്മൾ ഈ ഒരു കേസ് മാത്രമാണ് ചെക്കിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നോക്കുന്നുള്ളൂ. പിന്നെ ക്ലച്ച് ഭാഗം അഴിച്ചതുകൊണ്ട് നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയെന്നുള്ളൂ കേട്ടോ. അഴിച്ചപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അഴിച്ചതിൻ്റെ റോളർ കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് അഴിച്ച കാരണമാണ് ആ പീസിലേക്ക് പൊട്ടിയിരിക്കുന്ന കേസ് കാണാൻ പറ്റിയത്. അതല്ലെങ്കിൽ അടുത്ത ആ പീസിനുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ കവർ പൊട്ടി പോകുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമായിരുന്നു. ഇതാണ് മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പം നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് തരാം. ബാറ്ററി അടക്കം മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.